ഗസയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ വിഷലിപ്തമാക്കി ഇസ്രായേൽ. ഗസയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ വരെ നിരോധിച്ച യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിൻ്റെ ക്രൂരത. അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് പുറമെ വ്യാപകമായ രീതിയിൽ കാർഷിക മേഖലയെ നശിപ്പിക്കുന്നവയാണ് ഇതെന്ന് ഫലസ്തീനിയൻ അഗ്രികൾച്ചർ വർക്ക് കമ്മിറ്റി യൂണിയൻ ഡയറക്ടർ മൊയാദ് ബഷ്റാത്തിനെ ഉദ്ധരിച്ച് അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച യുദ്ധസാമഗ്രികളാണ് ഇസ്രായേൽ ഗസ മുനമ്പിൽ ഉപയോഗിക്കുന്നത്. വൈറ്റ് ഫോസ്ഫറസ്, അപകടകരമായ ബോംബുകൾ, US നിന്നുള്ള മിസൈലുകൾ എന്നിവ ഇതിൽ പെടുമെന്നും റിപ്പോർട്ടിലുണ്ട്. കാഴ്ചാ നഷ്ടം, ക്യാൻസർ, ചർമ്മത്തിലെ പൊള്ളൽ തുടങ്ങി പല മാരകമായ ശാരീരിക അസുഖങ്ങൾക്കും ഇത് കാരണമാവും. മനുഷ്യന് പുറമെ മണ്ണിനെയും ഇവ ഇല്ലാതാക്കുന്നുണ്ട്. ഈ പദാർത്ഥങ്ങൾ മണ്ണിനെയും അതിൽ വളരുന്ന വിളകളെയും വിഷലിപ്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർ ഈ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതോടെ ക്യാൻസറോ മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നിരോധിത യുദ്ധോപകരണങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഗസയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും പ്രതികൂലമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ പദാർത്ഥങ്ങൾ കലർന്ന മണ്ണ് 4-5 വർഷത്തേക്ക് കൃഷിക്ക് അനുയോജ്യമായിരിക്കില്ലെന്നും ഉൽപ്പാദനക്ഷമമായിരിക്കില്ലെന്നും മൊയാദ് ബഷ്റത്ത് പറഞ്ഞു. അതേസമയം ഇസ്രായേലിൻ്റെ അധിനിവേശ ക്രൂരതയിൽ ഇതിനോടകം ഗസയിൽ 32,070 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 6 മാസം പിന്നിടുന്ന യുദ്ധത്തിൽ ഇതുവരെ 74,298 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. റഫ, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ 5 കുട്ടികൾ ഉൾപ്പെടെ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഇസ്രായേൽ വെടിവെപ്പ് തുടരുന്നത്. അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിൻ്റെ പരിസരത്ത് ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസ സിറ്റിയിലെ കുവൈറ്റ് റൗണ്ട് അബൌട്ടിൽ ഭക്ഷണത്തിനും മരുന്നുകൾക്കുമായി കാത്തുനിന്നവരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലും പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് കിഴക്ക് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ 15 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തതായി ഫലസ്തീൻ പ്രസിഡന്റ് സൊസൈറ്റി പുതുതായി പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഹെബ്രോൺ, റമല്ല, ബെത്ലഹേം, തുബാസ്, നെബ്ലസ്, ജെറുസലേം ഗവർണറേറ്റുകളിൽ നിന്നാണ് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 7 മുതൽ 7,740 പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായാണ് പ്രസിഡന്റ് സൊസൈറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്.